വെറും 5 മിനിറ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബ്രെഡ് കൊണ്ട് എന്തുണ്ടാക്കിയാലും നമുക്ക് ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഇനി ഈ ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും മറക്കാണ്ട് ചെയ്തോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയായിരിക്കും. ഒരു ബ്രെഡും പിന്നെ മുട്ട, പാല്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മാത്രം തന്നെ ഉള്ളൂ. അത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഇതേ ഈ ഒരു ഐറ്റം, ഈ മിൽക്ക് വെച്ചിട്ടുള്ള ഒരു ഐറ്റം. അത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റും ഭയങ്കര രസമാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹെൽത്തി സ്നാക്സും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാട്ടോ ഒന്ന് ഫസ്റ്റ് തന്നെ റെഡി ആക്കണേ. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു ചെറിയൊരു സ്ലൈസ് ബട്ടർ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 ബ്രെഡും നമ്മൾ 2 സൈഡിലും നമ്മൾ ഒരേപോലെ ഒരു ബ്രൗൺ കളറിൽ നമ്മളൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ. ഒരു സൈഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, അതുപോലെ 2 സൈഡിലും നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ. ഇനി 2 നമ്മൾ ഒരേ ലെവൽ വെച്ചിട്ടുണ്ട്, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പാലിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പാലോ അല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ പാലോ ഒഴിച്ചെടുത്തപ്പോൾ തന്നെ അത് മൊത്തം ബ്രെഡ് തന്നെ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 2 സൈഡും നമുക്കൊന്ന് അപ്പുറം അപ്പുറം 2 സൈഡും ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കണം. മിൽക്ക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേനും ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമ്മൾ 2 മുട്ട എടുക്കുന്നുണ്ട്, ഒരു കുറച്ച് ഉള്ളി ചേർക്കുന്നുണ്ട്, ഒരു 3-4 ഉള്ളി ചേർക്കുന്നുണ്ട്, നല്ല സ്ലൈസ് ആയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തക്കാളി ചേർക്കുന്നുണ്ട്, അതും ഇതുപോലെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പാനൊന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബ്രെഡ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മുറിച്ചെടുത്തിട്ട് ആ ഹോളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററും കൂടി ഇതിൽ ചേർത്തിട്ട് അതിനുശേഷം നമുക്ക് നമ്മൾ ഓൾറെഡി മുറിച്ച് വെച്ച പീസും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയൊരു സ്ലൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ ഫ്ലേവറും കൂടി ആ ബ്രെഡിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ അടുത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. ഇതുപോലെ ഒരു പിസയുടെ ആകൃതിയിലായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കണേ. അതിന് ശേഷം നമ്മളത് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ബാറ്റർ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ 3ാമത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ റെസിപ്പി നോക്കാം. അത് നമ്മളൊരു ഹെൽത്തി ആയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കണേ. ഇത് സാധാ ചപ്പാത്തി അല്ല കേട്ടോ, നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയിൽ ചെയ്ത ചപ്പാത്തി ആട്ടോ. നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, നല്ല ടേസ്റ്റ് തന്നെ ആട്ടോ. പിന്നെ നല്ല സോഫ്റ്റും ആണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാ ചപ്പാത്തി കൊടുത്താൽ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സാൻഡ്വിച്ച് പോലെ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാലഡ് ചേർക്കുന്നുണ്ട്, അതുപോലെ മുട്ട നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ആ ഫ്രൈ ചെയ്തതും പിന്നെ നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടി സാലഡും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇതിൽ വെച്ചിട്ട് 2 സൈഡിലും നമ്മൾ അപ്പുറം ഇപ്പുറം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു നല്ലൊരു ഹെൽത്തി ഫുഡാണ്. കുട്ടികൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.